الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس ഉസീകും അവ്വലൻ ഫഇയ്യായ ബിതഖ്വല്ലാഹ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതം ധാരാളം നല്ല സ്വഭാവ ഗുണങ്ങൾ പ്രാവർത്തികമാക്കി ജീവിച്ചുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുന്ന മുഅ്മിനീങ്ങളായി ജീവിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും ആത്യന്തികമായ ജീവിത ലക്ഷ്യമെന്ന് നാം മനസ്സിലാക്കിയവരാണ്. അത്തരത്തിലുള്ള ധാരാളം സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന, നിർബന്ധമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടുന്ന ധാരാളം നല്ല ഗുണങ്ങളെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുവാൻ വേണ്ടി നമ്മെ ഉപദേശിച്ച കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ഏതാനും ചില ഗുണങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായി നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. വിശ്വാസികൾ ശക്തിയുള്ളവരായി മാറണമെന്നാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. ദുർബലമായ വിശ്വാസിയേക്കാൾ, ദൗർബല്യമുള്ള വിശ്വാസിയേക്കാൾ
ശക്തനായ വിശ്വാസിയാണ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, ഏറ്റവും ഉത്തമനായവൻ എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. അപ്പൊ നമ്മുടെ ആരോഗ്യത്തെയും ശരീരത്തെയും നശിപ്പിക്കുന്ന ഒരു സ്വഭാവ രീതിയിലേക്കും പോകുക എന്നുള്ളത് വിശ്വാസിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുന്ന നല്ല ഒരു ഗുണമല്ല എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഹദീസാണ്, കുല്ലു മുസ്കിരിൻ ഹറാം വമാ അസ്കര കസീറഹു ഫഖലീലഹു ഹറാം എന്നാണ്. എല്ലാ ലഹരി വസ്തുക്കളും അത് നിഷിദ്ധമായവയാണ്. ആ ലഹരി വസ്തുക്കൾ കുറഞ്ഞതാവട്ടെ കൂടിയതാവട്ടെ, ലഹരി വസ്തുക്കളുടെ പേരുകൾ എന്തുമാവട്ടെ, ലഹരി വസ്തുക്കൾ ഏത് പേരിൽ അറിയപ്പെടട്ടെ, അതെല്ലാം ഇസ്ലാമികമായ വീക്ഷണത്താൽ നിഷിദ്ധമായ കാര്യങ്ങളാണ്. അതങ്ങനെ ഇസ്ലാമികമായിട്ടുള്ള അധ്യാപനം നമ്മെ പഠിപ്പിക്കുവാൻ പ്രധാനപ്പെട്ട കാരണം അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്നുള്ളത് മാത്രമാണ്. വിശ്വാസിയെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ധൈര്യത്തെയും ഇല്ലാതാക്കുന്ന ഏറ്റവും മോശമായ സ്വഭാവ ഗുണങ്ങളിലേക്ക്, ലഹരി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഒരു വിശ്വാസി ഒരിക്കലും മാറാൻ പാടില്ല എന്നുള്ളതാണ് നാം കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമെന്നാണ്. നമുക്കറിയാം, വലിയ ഒരു വിഷയമാണത്. പ്രത്യേകിച്ച് ലഹരിക്കെതിരെ ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ലഹരി എന്നുള്ളത് ഒരു സാമൂഹികമായ വലിയ മാരികയായി മാറുന്ന ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മെ സംബന്ധിച്ച് ഇസ്ലാം ആ വിഷയത്തിൽ എന്ത് പഠിപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. നമ്മെ സംബന്ധിച്ച് പണ്ട് കാലങ്ങളിൽ ലഹരി എന്നുള്ളത്, ആ ലഹരി എന്ന് പറഞ്ഞാൽ അത് വലിയ ലഹരിയായിട്ട് പല ആളുകളും ഗണിച്ചിരുന്നത് കുറെ കള്ള് കുടിക്കുക, മദ്യപിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ ലഹരി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ലഹരിയുടെ അഡിക്റ്റിലേക്ക്, ഒരു ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വിശ്വാസികളാകുന്ന ആളുകൾ ഒരിക്കലും സമീപിക്കാൻ പാടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അതിന്റെ വിപത്തും അതിന്റെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ, നമ്മൾ കണ്ണോടിക്കുന്ന നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ ധാരാളം സംഭവ വികാസങ്ങൾ കാണാൻ കഴിയുമെന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട്, ലഹരിക്ക് അഡിക്റ്റായിക്കൊണ്ട്, പ്രത്യേകമായ രാസലഹരികളിൽ അഡിക്റ്റായിക്കൊണ്ട് ചെറുപ്പക്കാരായ ആളുകൾ സ്വന്തം ജന്മം കൊടുത്ത മാതാവിനെ കൊലപ്പെടുത്തുന്ന രീതികൾ വരെ നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. വലിയ ഒരു വിഷയമാണത്. അതാണ് വിശ്വാസിയെ സംബന്ധിച്ച് ആ ലഹരി എന്നുള്ളത് അതവന്റെ വ്യക്തിപരമായ ആരോഗ്യത്തെയും അവന്റെ സാമൂഹികമായ അടിത്തറയെയും അവന്റെ കുടുംബത്തെയും അത് തകർത്തെറിയുമെന്നുള്ളതിൽ ഒരുപാട് തെളിവുകൾ നമ്മൾ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ നമ്മുടെ ധൈര്യത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അത് ഈമാനിന്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ആരോഗ്യം കൃത്യമായി സംരക്ഷിക്കുകയും അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആരോഗ്യം വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ നിർബന്ധമായ കടമയാണ്. അവിടെ ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ഈമാനികമായ ഖുവ്വത്തും ശാരീരികമായ ഖുവ്വത്തും ഉണ്ടായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമസ്കാരം കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയിൽ പ്രകാരം കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബൻ. നിർബന്ധമായ നമസ്കാരം കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നടത്തിയിരുന്ന ഒരു ദുആയിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നതാണ്, അല്ലാഹുവേ ഇന്നി അഊദു ബിക മിനൽ ജുബൻ. അല്ലാഹുവേ എന്നെ നീ ഒരു ഭീരുവാക്കല്ലേ എന്നതാണ്. അല്ലാഹുവേ ധൈര്യമുള്ളവനായ വിശ്വാസിയാക്കി ധൈര്യം തന്റെ ഇടവും കാണിക്കേണ്ടുന്ന മേഖലകളിൽ
ഈമാനികമായ ശക്തി ഉണ്ടാവേണ്ട മേഖലകളിൽ എനിക്ക് കൃത്യമായി ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഈമാനും ധൈര്യവും ആരോഗ്യവും അല്ലാഹു എനിക്ക് നൽകണമേ എന്നാണ്. اللهم إني أعوذ بك من الجبن وأعوذ بك أن أرد إلى أرذل الأمر. രണ്ടാമത്തേത്, അല്ലാഹുവേ നീ എന്നെ പ്രായാധിക്യത്തിലേക്ക് നീ എന്നെ മാറ്റല്ലേ എന്നാണ്. പ്രായാധിക്യം ചെന്ന് കുട്ടികളെപ്പോലെ പ്രവർത്തിക്കുന്ന, കുട്ടികളെപ്പോലെ സംസാരിക്കുന്ന, അങ്ങനെ കൃത്യമായ വിവേകമില്ലാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു പ്രായാധിക്യം എനിക്ക് നൽകല്ലേ എന്നുള്ള പ്രവാചകന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഇസ്ലാമികമായ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അലി റളിയല്ലാഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസദുള്ള എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെ സ്വഹാബികളുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വഹാബികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈമാനികമായും ശാരീരികമായും നല്ല ധൈര്യമുള്ളവരായി എന്ന് കാണാൻ കഴിയുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ സിംഹമെന്ന് അലി ഇബ്നു അബീ ത്വാലിബിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ആ ധൈര്യം എന്നുള്ള ആ കൃത്യമായ ധൈര്യവും അദ്ദേഹത്തിന്റെ ഈമാനികമായ ശക്തിയും പലപ്പോഴായിട്ട് ഇസ്ലാമിന്, മുസ്ലിങ്ങൾക്ക് അത് ഒരു അനുകൂലമായ ഘടകമായി തീർന്നു എന്നുള്ളതാണ്. നാം ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണത്. പലപ്പോഴായിട്ട് നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന് ഒരുപക്ഷെ നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന, ഭരണകർത്താക്കളിൽ നിന്ന് ഭീഷണിയാവുന്ന രൂപത്തിൽ പല അമെൻമെന്റുകളും പല ഭേദഗതികളും വരുമ്പോൾ നമുക്ക് ആശങ്കയാണ്, അല്ലെ? നമുക്ക് പേടിയാണ്. നമുക്ക് ഭയങ്കരമായ പേടിയും അതുപോലെ ഭയങ്കരമായ ഭീരുത്വവുമാണ്. എനിക്ക് ഈ നാടിൽ ജീവിക്കാൻ സാധിക്കുകയില്ലേ? ഞാൻ എന്റെ നാട് വിട്ടു പോകേണ്ടി വരുമോ? അവിടെയാണ് വിശ്വാസിയെ സംബന്ധിച്ച് ആ ജുബിന് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വിശ്വാസിയെ അവന്റെ ജീവിതത്തിൽ അവൻ പകർത്തേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. മറിച്ച് ധൈര്യം കാണിക്കേണ്ടുന്ന, തന്റെ ഇടം കാണിക്കേണ്ടുന്ന മേഖലകളിൽ തന്റെ ഇടം കാണിക്കുവാൻ, ധൈര്യം കാണിക്കേണ്ടുന്ന മേഖലകളിൽ ധൈര്യം കാണിക്കുവാൻ, പ്രതിരോധിക്കേണ്ട മേഖലകൾ പ്രതിരോധിക്കുവാൻ, അങ്ങനെയുള്ള ഒരു സ്വഭാവ ഗുണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചുണ്ടാവണം. അതാണ് ഒന്നാമതായി ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീ കുല്ലി ഖൈരിൻ യഹ്രിസ് അലാ മാ യൻഫഉ. അല്ലാഹു തആല ഭൂമിയിൽ സംവിധാനിച്ച എല്ലാ സംവിധാനത്തിലും ഏതെങ്കിലും നിനക്ക് ഉപകാരമുണ്ട് എന്നാണ്. കോടാനുകോടി വരുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ, കോടാനുകോടി വരുന്ന അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ, കോടാനുകോടി വരുന്ന ലോകത്തിലെ അള്ളാഹുവിന്റെ അത്ഭുതങ്ങളായ സൃഷ്ടിപ്പുകളിൽ ഏതെങ്കിലും നിലക്ക് നമ്മൾ ഒരു സൃഷ്ടിയെ എടുത്ത് പരിശോധിച്ചാൽ, നമ്മൾ ഇടപെടുന്ന, നമ്മൾ കൃത്യമായിട്ട് കഴിക്കുന്ന, അതുപോലെ നമ്മൾ എല്ലാ നിലക്കും ഇടപെടുന്ന ഏത് കാര്യമാണെങ്കിലും അതിലെല്ലാം ഏതെങ്കിലും നിലക്കുള്ള നന്മയുണ്ടായിരിക്കുമെന്നാണ്. അല്ലാഹു തആല സൂറത്ത് ബഖറയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അതിന്റെ ആ ആയത്തിന്റെ അർത്ഥം അറിയാം. അല്ലാഹു തആല ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ട് മനുഷ്യന് വേണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. വിശ്വാസി എന്ന നിലക്ക് ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ ഈ കോടാനുകോടി വരുന്ന സൃഷ്ടിജാലങ്ങളിലുള്ള നിനക്ക് ഉപകാരമുള്ള നന്മയെ നീ അന്വേഷിച്ച് കണ്ടെത്തുക. നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണം, നമുക്കും നമ്മുടെ വ്യക്തിപരമായ നന്മക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും ഉപകാരമുള്ള കാര്യങ്ങളെ ഹലാലായ മാർഗത്തിലൂടെ അന്വേഷിക്കുകയും തേടിപ്പിടിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് വിശ്വാസിയെ പ്രാവർത്തികമാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. സൂറത്ത് ജുമയിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഫൈദാ ഖുലിയത്തിസ് സ്വലാത്തി ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളില്ലാഹ്. ജുമാ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. നിങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ, നിങ്ങൾക്ക് ഹലാലായ മാർഗത്തിലൂടെയുള്ള ജീവിതോപാധികൾ നിങ്ങൾ കണ്ടെത്താം. വിവിധങ്ങളായിട്ടുള്ള മഈശത്തിന്റെ മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്താം.
അതുപോലെ നല്ല ജോലികൾ നിങ്ങൾക്ക് അന്വേഷിക്കാം. പക്ഷേ ആ അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ വിവിധങ്ങളായ നിങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ ഇടപെടുന്ന സമയത്ത്, നിങ്ങളുടെ ജീവിതോപാധികളായ നിങ്ങളുടെ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത്, നിങ്ങൾ ഇടപാടുകളിൽ പ്രവേശിക്കുന്ന സമയത്ത് ആ സമയത്ത് അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം. അള്ളാഹുവിനെ സ്മരിക്കാത്ത ഒരു ഏർപ്പാടും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പാടില്ല. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടെ ഹറാമിന്റെ ഒരു അംശം കടന്നു വരാൻ പാടില്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതം നമ്മുടെ ഭൗതികമായ ജീവിതം വളരെ നല്ല ഒരു ആഡംബരപൂർണമായ രീതിയിലേക്ക് മാറ്റണമെന്ന ആഗ്രഹത്താലും അത്യാഗ്രഹത്തിലുമാണ് ഹറാമിന്റെ മാർഗത്തിലേക്ക് വിശ്വാസികൾ പോവുക. അങ്ങനെ ഹറാമിന്റെ മാർഗം അന്വേഷിക്കുന്ന രീതി ഒരു വിശ്വാസിയെ പാടില്ല. നമ്മുടെ ഉപജീവന മാർഗത്തിൽ, നമ്മുടെ സമ്പാദ്യ മാർഗത്തിൽ, നമ്മുടെ ധനാഗമന മാർഗത്തിൽ, നമ്മുടെ ബിസിനസ്സുകളിൽ അങ്ങനെ ചെറിയ ഒരു ഹറാമിന്റെ അംശം പോലും വിശ്വാസിയെ സംബന്ധിച്ച് അതിലേക്ക് കടന്നു ചെല്ലുന്ന രീതി ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ എന്നാ. നമ്മളൊക്കെ നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ മഈശത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി പലവിധ തൊഴിലുകളിൽ നമ്മൾ ഏർപ്പെടുന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കാറുണ്ടോ? നമ്മുടെ ബിസിനസ്സിലും, നമ്മുടെ കച്ചവടത്തിലും, നമ്മുടെ ധനാഗമന മാർഗത്തിലും അവിടെ എങ്ങാനും ഒരു ഹറാമിന്റെ മാർഗത്തിലൂടെ ഉള്ള സമ്പാദ്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ്. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ ഹലാലൻ ത്വയ്യിബാ എന്നതാണ്. മനുഷ്യരെ, നിങ്ങൾ ഹലാലായത് കഴിക്കുക, അനുവദിക്കപ്പെട്ട ഭക്ഷണം കഴിക്കുക, അതുപോലെ ത്വയ്യിബൻ നല്ലതുമായ ഭക്ഷണം കഴിക്കുക. അല്ലാഹു തആല നല്ലത് മാത്രമാണ് സ്വീകരിക്കുക എന്നതാണ്. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, നിങ്ങൾ ശൈത്താന്റെ കാലടിപ്പാടുകളെ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കാം. ഞാനും നിങ്ങളുമൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ഇബാദത്തുകളുമുണ്ട്, എല്ലാ ആരാധന കർമ്മങ്ങളുമുണ്ട്. വിദഗ്ധകളൊക്കെ വളരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല, അനാചാരങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മുടെ വിശ്വാസം ക്ലിയറാണ്, നമ്മുടെ അഖീദ ക്ലിയറാണ്. പക്ഷേ നമ്മുടെ ജീവിതോപാധി എടുത്തു നോക്കുമ്പോൾ, നമ്മുടെ ബിസിനസ് എടുത്തു നോക്കുമ്പോൾ, നമ്മുടെ ധനാഗമന മാർഗം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയാണ് മറ്റുള്ളവന്റെ, നമ്മുടെ സഹോദരന്റെ കയ്യിലുള്ള പണം എങ്ങനെ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാമെന്ന വ്യാമോഹത്തിലൂടെ അങ്ങനെ കൃത്യമായ ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായ ചൂഷണങ്ങൾ, സാമ്പത്തികമായ തട്ടിപ്പുകൾ, മറ്റുള്ളവന്റെ സമ്പാദ്യം നമ്മുടെ സമ്പാദ്യമാക്കി എങ്ങനെ മാറ്റാമെന്ന് ആലോചിക്കുന്ന രീതി ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഭൂഷണമല്ല. കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അവരെല്ലാം അവരുടെ ജീവിതത്തിൽ അവർ കൃത്യമായി കണിശമായി സ്വീകരിച്ചിരുന്ന നിലപാടുകൾ അവിടെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരിക്കൽ കാരക്ക കൊണ്ടുവരികയാണ്. ഒരു കൊട്ടയിൽ കാരക്ക കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിലേക്ക് പലപ്പോഴായിട്ട് വിവിധങ്ങളായിട്ടുള്ള സ്വതക്കുകൾ സ്വഹാബികൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരിക്കൽ ഒരു കൊട്ട നിറയെ കാരക്ക കൊണ്ടുവരപ്പെട്ടു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവാചകന്റെ പേരമകനായ ഹസൻ റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, വിവേകമെത്താത്ത കുട്ടിത്ത പ്രായത്തിലുള്ള, ചെറിയ പ്രായത്തിലുള്ള തന്റെ പേരമകനായ ഹസൻ റളിയല്ലാഹു അൻഹു ആ കാരക്കയിൽ നിന്ന് ഒരു കാരക്ക എടുത്തുകൊണ്ട് വായയിലേക്ക് ഇട്ടുപോവുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരമകന്റെ വായിൽ നിന്ന് ആ കാരക്കയുടെ ചീള് എടുത്തുകൊണ്ട് വലിച്ചെറിയുന്നു. ഒരു ഹറാമിന്റെ മുതൽ, ഒരു ഹറാമിന്റെ അംശം എന്റെ കുടുംബത്തിലേക്ക്, എന്റെ പേരമകന്റെ വായയിലേക്ക് കടന്നു പോകാൻ പാടില്ല എന്ന കർക്കശമായ രീതി. നമുക്കറിയാം, ഒരു സ്വഹാബി എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് വേഗത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുകയാണ്.
അദ്ദേഹം ജമാഅത്ത് കഴിഞ്ഞ് സുബഹി നമസ്കാരം ജമാഅത്ത് കഴിഞ്ഞ് അദ്ദേഹം വേഗത്തിൽ ഇങ്ങനെ എല്ലാ ദിവസവും എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അങ്ങെന്തിനാണ് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇത്രയും വേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങാൻ കാരണം? ആ സമയത്ത് ആ സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു മറുപടിയാണ്, എന്റെ അയൽവാസിയുടെ, എന്റെ തൊടിന്റെ അപ്പുറത്തുള്ള എന്റെ അയൽവാസിയായിട്ടുള്ള ഒരാളുണ്ട്. ആ അയൽവാസിയുടെ തൊടിയില്, ആ അയൽവാസിയുടെ സ്ഥലത്ത് നല്ല ഒരു കാരക്കയുടെ മരമുണ്ട്, ഒരു ഈത്തപ്പന മരമുണ്ട്. ആ ഈത്തപ്പന മരത്തിൽ ഒരുപാട് പഴുപ്പെത്തിയ കാരക്കയുണ്ട്. ആ കാരക്ക മരത്തിൽ നിന്ന് എന്റെ തൊടിയിലേക്ക് രാവിലെയാകുമ്പോൾ ഒരുപാട് ഈത്തപ്പഴങ്ങൾ വീഴാറുണ്ട്. ഞാൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്റെ മക്കൾ അതെടുത്ത് കഴിച്ചാൽ ഞാൻ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. അല്ലെ, ആ സുഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൃത്യമായിട്ട് മറുപടി പറയുന്നു. ആ ഒരു രീതിയായിരിക്കണം സഹോദരങ്ങളെ, സഹോദരിമാരെ, സാമ്പത്തികമായ മാർഗത്തില്, ധനാഗമന മാർഗത്തില് നമ്മൾ പകർത്തിയെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അതായിരിക്കണം. സാമ്പത്തികമായ ഇടപാടില് അതുപോലെയുള്ള എല്ലാ ജീവിത രീതിയിലും കൃത്യമായിട്ട് അവിടെ ഒരു ധനാഗമന മാർഗത്തിന്റെ ഹലാല് പരിശോധിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്തഇൻ ബില്ലാഹ് വലാ തഅജിസ്, നീ അല്ലാഹുവിനോട് മാത്രം സഹായം തേടുക. നീ ഒരിക്കലും നിരാശനാവരുത്. പ്രതീക്ഷയുള്ളവരായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാവണം. നിരാശ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് നമ്മൾ വളരെയധികം ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നിസാരമായ കാര്യങ്ങളിൽ, എന്തിനു വരെ ഒരു പൊതുപരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ, ഒരു പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ, തന്റെ ഇടപാടിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ തന്നോട് മിണ്ടാതിരുന്നാൽ, അങ്ങനെ നിസാരമായ കാര്യങ്ങളിൽ പോലും നിരാശ ബാധിച്ചുകൊണ്ട്, അല്ലെ, പ്രതീക്ഷയില്ലാതെ, അള്ളാഹുവിൽ പ്രതീക്ഷയില്ലാതെ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന പ്രത്യേകമായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ കാണുന്നു. അല്ലെ, ഒരു കയറിന്റെ തുമ്പിൽ ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണുന്നു. പത്രങ്ങൾ വായിക്കുമ്പോൾ, അല്ലെ, സോഷ്യൽ മീഡിയ നമ്മൾ പരതുന്ന സമയത്ത് അവിടെയെല്ലാം നമ്മൾ കാണുന്നു, വളരെ നിസാരമായ കാര്യങ്ങൾക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരമായിട്ട് നിരാശപ്പെട്ടുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന രീതി, അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരിക്കലും പാടില്ല എന്നാണ്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ടല്ലോ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട പരീക്ഷണങ്ങൾ, അല്ലെ, നമുക്കൊരിക്കലും വർണ്ണിക്കാൻ കഴിയാത്തത്ര പരീക്ഷണങ്ങളാണ്. എത്രമാത്രോളം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ആ ഇറാഖിലെ ഊസ് എന്ന നഗരത്തിൽ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ സമ്പാദ്യത്തിന്റെ കണക്ക് വരെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയുമെന്നാണ്. 7000-ഓളം, ഇല്ലേ, 7000 ഒട്ടകം അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. 3000-ഓളം ആടുകൾ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന കൂലിപ്പണിക്കാരുണ്ടായിരുന്നു. അത്രയും വലിയ ധനാഢ്യനായിരുന്ന അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് പരീക്ഷണങ്ങൾ അല്ലാഹു തആല നൽകുന്ന സമയത്ത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. വൈദ്നാദാ അയ്യൂബ അന്നി മസ്സനി ദുർ വഅൻത അർഹമുർ റഹീമീൻ എന്നാണ്. റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ റബ്ബേ, എന്നെ ഇതാ ഒരു ദുർറ് ബാധിച്ചിരിക്കുന്നു, എന്നെ ഒരു ഉപദ്രവം ബാധിച്ചിരിക്കുന്നു, എന്നെ ഒരു പ്രയാസം ബാധിച്ചിരിക്കുന്നു. അവിടെ നമുക്ക് തഫ്സീർ കാണാൻ കഴിയും. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ഓരോ പുത്രന്മാരും മരിക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ ഓരോ സമ്പാദ്യങ്ങളും തകർന്നു പോകുന്ന സമയത്ത് അവിടെ അൽഹംദുലില്ലാഹ് എന്നാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചതെന്ന് കാണാൻ കഴിയും. അല്ലെ, പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, അല്ലെ, ഏതവസ്ഥയിലും അല്ലാഹുവാണ് സർവസ്തുതിയും എന്ന് പറയുന്ന ഒരു ഈമാൻ നമ്മെ സംബന്ധിച്ച് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ്. നിരന്തരമായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തല്ലോ, ഇല്ലേ, പ്രാർത്ഥിച്ചല്ലോ. ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ ബിഹി മാ ബിഹി മിൻ ദുർറിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹു മഅഹും. നിരന്തരമായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹു എനിക്ക് നൽകിയ
എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ചെടുക്കുവാനുള്ള കഴിവുള്ളവൻ അല്ലാഹുവാണ്. നമ്മൾ എത്ര തന്നെ പിടിച്ചു വെച്ചാലും എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ ഒരു അനുഗ്രഹങ്ങളും എന്റെ കഴിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അത് കൃത്യമായിട്ട് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹിന. സൂറത്ത് അംബിയാവിന്റെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാം, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുത്തു എന്നാണ്. വീണ്ടും എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തആല തിരിച്ചു നൽകി. സിക്റാ വറഹ്മതൻ മിൻ ഇൻദിനാ എന്ന അല്ലാഹുവിന്റെ കാരുണ്യമായി അയ്യൂബ് നബി അലൈഹിസ്സലാമിന് വീണ്ടും അല്ലാഹു തആല എല്ലാം നൽകി. നാം ആലോചിക്കേണ്ടത്, ക്ഷമിക്കേണ്ട സമയത്ത് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മറ്റുള്ള ഔലിയാക്കളോടും അമ്പിയാക്കളോടും മറ്റുള്ള വലിയമാരോടും പ്രതീക്ഷ അർപ്പിക്കാതെ അള്ളാഹുവിനോട് മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദുആ നടത്തിയാൽ അള്ളാഹു തആല ഉത്തരം നൽകുമെന്നാണ്. അതാണ് ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനോട് മാത്രം ഇസ്തിആനത്ത് ചെയ്യുവാനുള്ള ഈമാൻ നമുക്കുണ്ടായിരിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഗുണങ്ങൾ പ്രാവർത്തികമാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും വസാനിയം ബിതഖ്വല്ലാഹ്. രണ്ടാമതൊരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ അസ്വാബക ശൈഉൻ ഫലാ തഖുൽ ലഹു അന്നി ഫഅൽത കാന വകദാ വകദാ ഖുൽ ഖദറുല്ലാഹ്. നിനക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരം ചെയ്തിരുന്നെങ്കിൽ എന്ന് ലൗ എന്ന വാക്ക് ഒരിക്കലും ഒരു വിശ്വാസി പറയാൻ പാടില്ല എന്നാണ്. ഫലാ തഖുൽ ലൗ, ആയിരുന്നെങ്കിൽ എന്ന കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു എന്ന രീതിയിലൂടെ ഒരിക്കലും വിശ്വാസി പറയാൻ പാടില്ല. വലാകിൻ ഖുൽ ഖദറുല്ലാഹ്, നീ പറയുക അത് അല്ലാഹുവിന്റെ ഖദറാണ്, അല്ലാഹുവിന്റെ വിധിയാണ് നീ എന്ന് പറയേണ്ടതുണ്ട് എന്നാ. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അല്ലെ നമ്മുടെ ചൂരൽ മലയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത്, പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അതെല്ലാം ആ സമയത്ത് ഉണ്ടാകുമെന്നുള്ളത് അത് അല്ലാഹു തആല തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അവിടെ അങ്ങനെയുള്ള സമയങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിലൂടെ മനുഷ്യന്മാർക്ക് നാശമുണ്ടാകുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് അവിടെയെല്ലാം വരെ വിശ്വാസിയുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി സ്വതന്ത്രവാദികളായ നിരീശ്വര യുക്തിനിർമ്മതവാദികളായ ആളുകൾ വരെ ദൈവവിശ്വാസികളെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം, വയനാടിന്റെ ദുരന്തത്തിൽ ആ സമയത്ത് എത്രയോ മാസങ്ങൾ മണ്ണിനടിയിൽപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടി മാസങ്ങളോളം അവിടെ ഗവൺമെന്റ് പല സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് അവിടെ പ്രത്യേകമായ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ആ മയ്യത്തുകളെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പരിശ്രമം നടത്തി. പക്ഷേ കിട്ടാത്ത പല ഡെഡ് ബോഡികൾ ഇപ്പോഴും ഉണ്ട് എന്നാണ്. പക്ഷെ ആ സമയത്തെല്ലാം അവിടെ പല യുക്തിവാദികളായ ആളുകൾ ചോദിച്ച ചോദ്യമുണ്ടായിരുന്നു, നിങ്ങളുടെ അള്ളാഹു എവിടെയാണ്? നിങ്ങളുടെ അള്ളാഹു എവിടെയാണ്? നിങ്ങളുടെ ദൈവം എവിടെയാണ്? 2 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് പോലും കാരുണ്യം കാണിക്കാത്ത ദൈവം എവിടെയാണ്? അങ്ങനെ ചോദിച്ചുകൊണ്ട് നിരീശ്വര നിർമ്മതവാദികളായ ആളുകൾ വിശ്വാസത്തെയും നമ്മുടെ കലാകദറിനെയും ഒക്കെ ഇസ്കാലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ആ സമയത്ത് വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ് വേണ്ടത് എന്നാണ്. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ് ഉണ്ടാകുന്നത്. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബ് മിൻ ഖബ്ലിൻ അൻ നബ്റഹ. എല്ലാം അല്ലാഹു തആല
ഒരു കിതാബിൽ അല്ലാഹു തആല എഴുതി വെച്ചിട്ടുണ്ട്. ആ കിതാബിൽ എഴുതി വെച്ച അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദുനിയാവിൽ എല്ലാ കാര്യങ്ങളും നടക്കുക എന്നാണ്. അതാണ് നമ്മുടെ അള്ളാഹുവിലുള്ള വിധിവിശ്വാസം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതിൽ അടിയുറച്ച് വിശ്വസിക്കുവാനുള്ള ഈമാൻ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ, അങ്ങനെയുള്ള അപകടങ്ങളിലൊക്കെ അവിടെയെല്ലാം നമ്മുടെ ഈമാനിന് ഭംഗം വരുത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ്. കൃത്യമായ ഖദർ എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ പരിപൂർണതയാണ്. അതിൽ കൃത്യമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള നല്ല ഗുണങ്ങളിൽ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അല്ലാഹുവിന്റെ ഖദറിൽ കൃത്യമായി വിശ്വസിക്കുന്ന, അങ്ങനെ ഇതുപോലെയുള്ള എല്ലാ ഗുണങ്ങളും പ്രാവർത്തികമാക്കി ജീവിക്കുന്ന, അല്ലാഹുവിനോട് മാത്രം സഹായം തേടുന്ന, അതുപോലെ നല്ല ശക്തനായ വിശ്വാസിയായി മാറാൻ കഴിയുന്ന നല്ല ഗുണങ്ങളുള്ള വിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണം റഹ്മാനെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുടെ കമ്മിറ്റിയിൽപ്പെട്ട ഒരു മെമ്പർ വരെ വീണുകൊണ്ട് കാല് പൊട്ടിയിട്ട് ആശുപത്രിയിലാണ്, ചികിത്സയിലാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന് വീണ്ടും ദീനീ രംഗത്ത് സജീവമാകാനുള്ള തൗഫീഖും ആരോഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കള്, ബന്ധുമിത്രാദികള്, സഹോദര സഹോദരിമാർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, വിശ്വാസിക്ക് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ, ആക്രമണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്, സഹോദരന്മാരുണ്ട്. അവർക്കെല്ലാം നിലക്കും നീ മനസ്സമാധാനവും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്ത് പ്രയാസപ്പെടുന്ന, ആക്രമണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന, ദുരിതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന, മാരകമായ രോഗങ്ങളും മറ്റുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹുവേ നീ രോഗശമനവും തൗഫീഖും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ആജാത്. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.